के प्यारे बाबा फरिश्ते ओ वतन के, मधुबन के प्यारे बाबा फरिश्ते ओ वतन के। ये अंजुमन पुकारे मिल जाओ आज हमसे, मिल जाओ बाबा हमसे। मधुबन के प्यारे बाबा फरिश्ते ओ वतन के, मधुबन के प्यारे बाबा, मधुबन के प्यारे बाबा। मधुबन हो या वतन में तुम्हें संग ले लिए हैं। मधुबन हो या वतन में तुम्हें संग ले लिए हैं। रंग में तुम्हारे बाबा हम खुद को रंग लिए हैं। तो भी नयन निहारे, तो भी नयन निहारे। अपलक तुम्हारे रस्ते, अपलक तुम्हारे रस्ते। मधुबन के प्यारे बाबा, मधुबन के प्यारे बाबा, मधुबन के प्यारे बाबा, मधुबन के प्यारे बाबा। कहते हैं फर्शवासी है ऊंचे अर्शवासी। कहते हैं फर्शवासी है ऊंचे अर्शवासी। संग ले चलो हमें भी बने हम वतन निवासी। प्यारे वही नजारे, प्यारे वही नजारे। दिखते हैं सिर्फ तुमसे, दिखते हैं बाबा तुमसे। मधुबन के प्यारे बाबा, मधुबन के प्यारे बाबा, मधुबन के प्यारे बाबा, मधुबन के प्यारे बाबा।
ദേവന്മാർക്കു നായകനേ, മാമുനിമാർക്കും ഈശ്വരനേ, ദിവ്യതയേകും സാഗരനേ. ആത്മാക്കൾക്കു താതനേ, ഏഴകൾക്കു നീ തോഴനേ, ജ്യോതി ബിന്ദുരൂപനേ, ഓംകാരപ്പൊരുളീശനേ. ആത്മാക്കൾക്കു താതനേ, ഏഴകൾക്കു നീ തോഴനേ, ജ്യോതി ബിന്ദുരൂപനേ, ഓംകാരപ്പൊരുളീശനേ. നാനാലോകവന്ദിതനേ, നീ എൻ ബന്ധു സദാശിവനേ, നന്മകൾ തന്നിരിപ്പിടമേ, പാവനനാം പരമാത്മനേ. നാനാലോകവന്ദിതനേ, നീ എൻ ബന്ധു സദാശിവനേ, നന്മകൾ തന്നിരിപ്പിടമേ, പാവനനാം പരമാത്മനേ. പാരിൻ പ്രാണകാരണനേ, പ്രാണന്റെ പരിപാലകനേ, ശാന്തി പ്രേമദായകനേ, മോഹാലോഭനാശകനേ. പാരിൻ പ്രാണകാരണനേ, പ്രാണന്റെ പരിപാലകനേ, ശാന്തി പ്രേമദായകനേ, മോഹാലോഭനാശകനേ. ശാന്തി പ്രേമദായകനേ, മോഹാലോഭനാശകനേ, മോഹാലോഭനാശകനേ. ഓം ശാന്തി. ഭൃഗുടിയാകുന്ന ഗുഹയ്ക്കുള്ളിൽ ഞാൻ തപസ്വി മൂർത്തിയായ ആത്മാവ് തന്റെ സ്വരൂപത്തെ ദർശിക്കുകയാണ്. ഞാൻ തപസ്വി മൂർത്തി. ഈ ദേഹത്തിൽ നിന്നും വേറിട്ട്, ഈ പഴയ ലോകത്തിൽ നിന്നും വേറിട്ട്, ഭൃഗുടി ഗുഹയ്ക്കുള്ളിൽ ഒരു തപസ്വിയെ പോലെ ഏകാഗ്രമായി ഏകാന്തമായി
തപസ് ചെയ്യുകയാണ്. ഈ ലോകവുമായി മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും വേറിട്ട് നിർമോഹി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ആത്മസ്വരൂപത്തിലേക്ക് തൻ്റെ ശ്രദ്ധ ഏകാഗ്രമാക്കൂ. ആത്മസ്വരൂപമാകുന്ന സ്വമാനത്തിൻ്റെ ആസനത്തിലിരുന്ന് അന്തർമുഖിയായി സ്വയം തന്നിലേക്ക് ആന്തരികമായൊരു യാത്ര നടത്തുകയാണ്. തൻ്റെ സ്വധർമ്മമായ ശാന്തിയുടെ അനുഭൂതി ചെയ്യുന്നു. ഞാൻ ശാന്തസ്വരൂപനായ തപസ്വിയാണ്. ഈ കലിയുഗമാകുന്ന കാനനത്തിൽ ഞാൻ അന്തർമുഖിയായി ഭൃഗുടി ഗുഹയ്ക്കുള്ളിലിരുന്ന് തപസ് ചെയ്യുന്നു. തൻ്റെ ആത്മസ്വരൂപത്തെ ദർശിച്ച് ശാന്തിയുടെയും സുഖത്തിൻ്റെയും അനുഭൂതി അനുഭൂതിയിൽ മുഴുകും. ഞാൻ ഏകാന്തമായി ഏകാഗ്രമായി സ്വദർശനം നടത്തുകയാണ്. ആത്മസ്വരൂപത്തെ വളരെ സ്പഷ്ടമായി കാണും. ആകാശത്തെ നക്ഷത്രത്തെ പോലെ മിന്നിത്തിളങ്ങുന്ന ചൈതന്യ സ്വരൂപമാണ് ഞാൻ. അനേകാത്മാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന വഴികാട്ടിയാണ് ഞാൻ. വഴികാട്ടിയായ നക്ഷത്രം. സർവരെയും പരമാത്മാവിലേക്ക് എത്തിക്കുന്ന ഈശ്വര സന്ദേശവാഹകനാണ് ഞാൻ. ഈ ലോകത്തെ തന്നെ അതിഥിയാണ് ഞാൻ.
സാക്ഷിയായി സ്വയത്തെ ഈ വിശ്വനാടകവേദിയിൽ ശരീരമാകുന്ന വേഷമണിഞ്ഞ് പാർട്ടഭിനയിക്കുന്നതായി കാണും. ഞാൻ ഈ വേഷമല്ല, ഞാൻ ഇതിനകത്തിരിക്കുന്ന അഭിനേതാവാണ്. ശാന്തിയുടെയും സുഖത്തിൻ്റെയും അനുഭൂതി ഞാൻ അഭിനേതാവിൻ്റെ സ്വധർമ്മമാണ്. എൻ്റെ യഥാർത്ഥ സംസ്കാരത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുകയാണ്. ഈശ്വരീയ ശാന്തി എന്നിൽ നിന്നും പുറത്തേക്ക് വ്യാപിക്കുകയാണ്. ഈ വിശ്വത്തിലുള്ള സർവാത്മാക്കളിലേക്കും എന്നിൽ നിന്നുമുള്ള ശാന്തിയുടെ തരംഗങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സെർച്ച് ലൈറ്റ് പോലെ എൻ്റെ മസ്തകത്തിൽ നിന്നുമുള്ള ഈ ശാന്തിയുടെ തരംഗങ്ങൾ വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലേക്കും സ്പർശിച്ചുകൊണ്ട് അവരുടെ എല്ലാം ആത്മദീപം പ്രകാശിക്കുകയാണ്. എല്ലാവരും അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരികയാണ്. വിശ്വം മുഴുവനും പ്രകാശപൂരിതമാകുന്നു. ഞാൻ ശാന്തിയുടെ മാലാഖ, ശാന്തസ്വരൂപനായ ആത്മാവ്. എൻ്റെ ആന്തരിക ശാന്തിയുടെ അനുഭൂതി ശാന്തിയുടെ പ്രകാശം അന്തരീക്ഷത്തിലേക്ക് മുഴുവനായും വ്യാപിപ്പിക്കുകയാണ്. ഒരലൗകിക പ്രകാശത്തിൻ്റെ അനുഭവം സർവരിലുമുണ്ടാകുന്നു. അലൗകിക അനുഭൂതി, ദിവ്യാനുഭൂതി സർവർക്കുമുണ്ടാകുന്നു. എന്നിൽ നിന്നുമുള്ള ഈ അലൗകിക പ്രകാശം ഭൂഗോളം മുഴുവനായും വർഷിച്ചുകൊണ്ട് എല്ലാവരിലും ഈ സത്യമായ ശാന്തിയുടെ അലകൾ അലയടിക്കുകയാണ്. ഞാൻ
ശാന്തസ്വരൂപനാണെന്ന് സ്വമാനത്തിൽ സ്ഥിതി ചെയ്യൂ. ശാന്തിദൂതനാണ്. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം.
ഞാൻ നിരാകാരി സ്വരൂപത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് നിരാകാരി ലോകത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ പ്രകാശബിന്ദു സ്വരൂപത്തിൽ ഞാൻ സുവർണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ആ ലോകത്തിൽ സ്വയത്തെ ദർശിക്കുന്നു. ഞാൻ എൻ്റെ ബീജരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണ്. ബിന്ദുസ്വരൂപത്തിൽ ഞാൻ പരംധാമത്തിൽ അനാദി കാലഘട്ടത്തിൽ ശിവബാബയ്ക്ക് സമീപം സ്ഥിതി ചെയ്തിരുന്ന ആ കാലഘട്ടത്തെ ഓർമ്മിക്കുന്നു. ബാബയ്ക്ക് സമാനം സർവഗുണങ്ങളുടെയും ശക്തികളുടെയും മാസ്റ്റർ സാഗരനായ അനുഭവം ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവബാബ ഈശ്വരീയ പ്രകാശം, അലൗകിക പ്രകാശം ആത്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്നിലേക്ക് ബാബയുടെ പ്രകാശകിരണങ്ങൾ പതിക്കുകയാണ്. സർവശക്തനായ ബാബയുടെ സർവശക്തികളുടെയും കിരണങ്ങൾ സൂര്യന്റെ രശ്മികൾ പോലെ എന്നിലേക്ക് സ്പർശിക്കുകയാണ്. ബാബയുടെ തീക്ഷണമായ കിരണങ്ങൾ ആത്മാവായ എന്നിലെ ജന്മജന്മാന്തര പാപകർമ്മങ്ങൾ ഭസ്മീകരിക്കുകയാണ്. ശിവബാബയുടെ അനന്തമായ അഖണ്ഡമായ കിരണങ്ങൾ എന്നെ തലോടുകയാണ്. ബാബയുടെ കിരണങ്ങളിൽ ആത്മാവായ ഞാൻ മഗ്നമായിരിക്കുന്നു. ഈ കിരണങ്ങളുടെ ആകർഷണത്തിൽ ഞാൻ സർവസ്വവും മറന്ന് ഈശ്വരീയ സുഖത്തിൻ്റെ
ആനന്ദത്തിൻ്റെ അനുഭൂതിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ജന്മജന്മാന്തര വികർമ്മങ്ങളും ദേഹബോധത്തിൻ്റെ സംസ്കാരങ്ങളും ഈ കിരണങ്ങളിൽപ്പെട്ട് അലിഞ്ഞില്ലാതാകുന്നു. സൂര്യകിരണങ്ങളേറ്റ പോലെ പരമാത്മ സൂര്യന്റെ കിരണങ്ങളേറ്റ് ഞാൻ എൻ്റെ പരിശുദ്ധമായ സതോപ്രധാന സ്വരൂപത്തിലേക്ക് വരികയാണ്. കറയറ്റ വജ്രം പോലെ പ്രകാശിക്കുന്ന ഞാൻ ദിവ്യഗുണങ്ങളുടെ സപ്തഗുണങ്ങളുടെ പ്രകാശം നാനാഭാഗത്തേക്കും വ്യാപിക്കുന്നതായി കാണും. വജ്രത്തിൽ നിന്നും പല വർണ്ണങ്ങളിലെ പ്രകാശം ചിതറുന്ന പോലെ ആത്മസ്വരൂപമായ വജ്രത്തെ പോലുള്ള ഞാൻ ഈ സപ്തഗുണങ്ങളുടെയും പ്രകാശകിരണങ്ങൾ വർഷിക്കുന്നതായി അനുഭവം ചെയ്യൂ. എൻ്റെ അനാദി സ്വരൂപത്തിൽ ഞാൻ എൻ്റെ സതോപ്രധാന സംസ്കാരങ്ങളെ, ആദി അനാദി സംസ്കാരങ്ങളെ എമർജ് ചെയ്യുകയാണ്. എന്നിലുള്ള പഴയ സംസ്കാരങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്നു. ഞാനിപ്പോൾ ബാബയ്ക്ക് സമാനം മാസ്റ്റർ സാഗരനായി സർവഖജനാക്കളാലും സമ്പന്നമായി നൽകുന്ന ദാതാവിൻ്റെ അവസ്ഥയിലാണിപ്പോൾ. ബീജരൂപനായ ബാബയുടെ സമീപത്തേക്ക് പോകൂ. ഞാൻ മാസ്റ്റർ ബീജരൂപന്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ശിവബാബയ്ക്ക് സമീപമിരുന്ന് ബാബയ്ക്കൊപ്പം തൻ്റെ അനന്തമായ അഖണ്ഡമായ ഉജ്ജ്വല കിരണങ്ങൾ പരമാത്മാ സൂര്യനോടൊപ്പം മാസ്റ്റർ സൂര്യനായി ഈ ഭൂമിയിലേക്ക് കിരണങ്ങൾ പതിപ്പിക്കൂ. സൂര്യകിരണങ്ങളെപ്പോലെ
ബാബയുടെയും ബാബയുടെ കുട്ടിയായ എന്നിൽ നിന്നുമുള്ള സഹസ്രകിരണങ്ങൾ വിശ്വത്തിലെമ്പാടും പതിയുകയാണ്. വിശ്വത്തിൽ ഓരോ കോണുകളിലേക്കും പതിഞ്ഞുകൊണ്ട് വിശ്വത്തെ മുഴുവനും ശുദ്ധീകരിക്കുകയാണ്. എവിടെയെല്ലാം തമോ പ്രധാനതയുടെ കീടാണുക്കളുണ്ടോ അവിടെയെല്ലാം പരംധാമിൽ നിന്നുള്ള ഉയർന്ന സ്ഥാനത്ത് നിന്നുമുള്ള പരിശുദ്ധമായ കിരണങ്ങൾ പതിഞ്ഞുകൊണ്ട് ആകാശഗംഗയെപ്പോലെ മുഴുവൻ വിശ്വത്തിലേക്കും ഈ കിരണങ്ങൾ ഒഴുകിയെത്തി സർവർക്കും പുനർജന്മം നൽകുകയാണ്. എല്ലാവരുടെയും തമോ പ്രധാന ജീവിതം, തമോ പ്രധാന സംസ്കാരങ്ങൾ ശരീരത്തിലെയും മനസ്സിലെയും രോഗാണുക്കളെല്ലാം ഈ പരമാത്മ സൂര്യന്റെ കിരണങ്ങളിൽപ്പെട്ട് കത്തി നശിക്കുന്നതായി സങ്കൽപ്പിക്കൂ. ജ്ഞാനസൂര്യനായ ബാബയുടെ ലൈറ്റിന്റെയും മൈറ്റിന്റെയും കിരണങ്ങൾ പഞ്ചതത്വങ്ങളിലേക്കും സർവജീവജാലങ്ങളിലേക്കും ഒഴുകിയെത്തുകയാണ്. പതിതപാവനനായ ശിവബാബ, മാസ്റ്റർ പതിതപാവനയായ എന്നിലൂടെ മുഴുവൻ വിശ്വത്തെയും പാവനമാക്കുകയാണ്, പരിശുദ്ധമാക്കുകയാണ്. സങ്കൽപ്പിക്കൂ, മുഴുവൻ വിശ്വവും ശാന്തമാവുകയാണ്. വിശ്വത്തിലെ ഓരോരോ രാജ്യങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലുള്ള സർവമനുഷ്യാത്മാക്കളും പരമാത്മകിരണങ്ങളിൽപ്പെട്ട് പരിശുദ്ധമാകുന്നു. എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖവും അശാന്തിയും സമാപ്തമാകുന്നു. മുകളിൽ നിന്നും വരുന്ന, ഉയർന്ന സ്ഥാനത്ത് നിന്നും വരുന്ന, പരലോകത്തിൽ നിന്നും വിശ്വത്തിലേക്ക് പതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശ്വരീയ അലൗകിക പ്രകാശം മുഴുവൻ വിശ്വത്തിലും ഒരലൗകിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു.
എല്ലാവർക്കും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയാണ്. പരമാത്മാവിൻ്റെ കിരണങ്ങളുടെ കുടക്കീഴിൽ സർവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ഗോവർദ്ധന പർവ്വതം സർവരെയും രക്ഷിച്ച പോലെ ഈശ്വരീയ കിരണങ്ങളുടെ ഈ കുടക്കീഴിനുള്ളിൽ ശിവബാബയുടെ കിരണങ്ങളാകുന്ന കരങ്ങൾക്കുള്ളിൽ എല്ലാവരും വളരെ സേഫായി സ്വയത്തെ അനുഭവം ചെയ്യുന്നു. എല്ലാവരും ഈശ്വരീയ സംരക്ഷണ വലയത്തിനുള്ളിലേക്ക് വന്നിരിക്കുന്നു.
ഞാൻ പരലോകത്തിൽ നിന്നും എൻ്റെ ഫരിസ്താ സ്വരൂപത്തിൽ ഫരിസ്തകളുടെ ലോകമായ സൂക്ഷ്മവദനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദിക്കൊപ്പം തൻ്റെ മാലാഖ സ്വരൂപത്തിൽ ബാബ്ദാദയുമായി മിലനം നടത്തുകയാണ്. ബാബ്ദാദയുടെ മസ്തകമധ്യത്തിൽ 2 മഹാശക്തികളെ ദർശിക്കൂ. ജ്ഞാനസൂര്യനും ജ്ഞാനചന്ദ്രനും ഒരുമിച്ച് ചേർന്ന് ഇരു കണ്ണുകളിലൂടെയും സർവശക്തികളുടെയും ഗുണങ്ങളുടെയും ദൃഷ്ടി നൽകുകയാണ്. സർവശക്തികളാലും ഗുണങ്ങളാലും ബാബ്ദാദ എന്നെ സമ്പന്നമാക്കുകയാണ്, സംതൃപ്തമാക്കുകയാണ്. ഞാൻ ബാബയിൽ നിന്നുമുള്ള ദൃഷ്ടി സ്വീകരിക്കുന്നു. അലൗകിക ദൃഷ്ടി, ആത്മീയ ദൃഷ്ടി. വളരെ സുഖകരമായ അനുഭവം നൽകുന്ന ദൃഷ്ടി. മധുരമായ ദൃഷ്ടിയുടെ അനുഭവം ചെയ്യൂ. ഈശ്വരനാകുന്ന സാഗരത്തിൽ മുഴുകൂ. ലവ്ലീൻ അവസ്ഥയിലിരിക്കൂ. സ്നേഹസാഗരനായ ബാബ്ദാദ തന്റെ സ്നേഹത്തിൻ്റെ അലകൾ എന്നിലേക്ക് ഒഴുക്കുകയാണ്. ഞാൻ സ്നേഹത്തിൻ്റെ ഒരു നദിയായി ബാബയിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. സാഗര സമാനമുള്ള ഗുണങ്ങളും ശക്തികളും എന്നിലേക്കും ബാബ നൽകുന്നു. ബാബയ്ക്ക് സമാനമാക്കി തീർക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്താ സ്വരൂപത്തിൽ തന്നെ ഈ സ്നേഹസാഗരന്റെ അലകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ സ്നേഹത്തിൽ മുങ്ങിയിരിക്കുകയാണ്. സംഗമയുഗത്തിൽ മാത്രം ലഭിക്കുന്ന ഈ പരമാത്മ സ്നേഹം, ഈശ്വരീയ സ്നേഹം ജന്മജന്മാന്തരങ്ങളായി
ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജന്മജന്മാന്തര ദാഹത്തെ ശമിപ്പിക്കാനായി ബാബ ജന്മജന്മാന്തര ക്ഷീണത്തെ അകറ്റുന്നതിനായി ബാബ ഒരു എനർജി ഡ്രിങ്ക് എന്ന പോലെ എന്നിലേക്ക് സ്നേഹത്തിൻ്റെ അലൗകിക എനർജി നിറച്ചു തരികയാണ്. സ്നേഹമാകുന്ന കടലിൽ ഞാൻ മുങ്ങിത്താഴുകയാണ്. എന്നിലുള്ള എല്ലാ കുറവുകളെയും നികത്തി ഈശ്വരീയ സേവനത്തിന് തയ്യാറാക്കിയ ബാബ വിശ്വമംഗളത്തിനായി ഈശ്വരന്റെ വലം കൈയായി ബാബ എന്നെ വിശ്വത്തിലെ സർവ്വ ആത്മാക്കളുടെയും മംഗളത്തിനായി എന്നെ വീണ്ടും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. ഭൂമിയിലുള്ള സർവർക്കും ഈശ്വരീയ സ്നേഹത്തിൻ്റെ സുഖത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യുന്നതിനായി വേണ്ടും ഞാൻ എൻ്റെ ഫരിസ്താ സ്വരൂപത്തിൽ ഈ സാകാരി ലോകത്തിലേക്ക് സാകാരി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭൃഗുടി മധ്യത്തിലിരുന്നു കൊണ്ട് മനസാ വാച കർമ്മണ ഈശ്വരീയ സുഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭൂതി സർവർക്കും നൽകുന്നതിനായി സർവരിലേക്കും ഈശ്വരീയ സ്നേഹത്തിൻ്റെ തണലിൻ്റെ അനുഭവം ചെയ്യുന്നതിനായി ഒരു വടവൃക്ഷത്തെ പോലെ സർവരിലേക്കും ഈശ്വരീയ ആശ്രയത്തിൻ്റെ തണൽ നൽകുന്നതിനായി വീണ്ടും ബാബ എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഒരവതാരമെന്ന പോലെ ഞാനിപ്പോൾ ഭൂമിയിലെ സർവാത്മാക്കളുടെയും മംഗളത്തിനായി അവതരിച്ചിരിക്കുകയാണ്.
शिव की याद रहेगी तब आँखों में समा